നമസ്കാരം സർ. ആ ശരി. സർ, CJ റോയിയുടെ മരണം കഴിഞ്ഞതിന് ശേഷം ചർച്ചകൾ ഇങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് അതിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ പല രീതിയിൽ ആത്മഹത്യയാണ്, കൊലപാതകമാണ്, അതിന് പിന്നിൽ പല രാഷ്ട്രീയ നേതാക്കളും ഉണ്ടെന്നുള്ള തരത്തിലൊക്കെ ചർച്ചകൾ നീങ്ങുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ സാറിന് എന്താണ് തോന്നുന്നത്? ഈ CJ റോയി ആത്മഹത്യ ചെയ്തത് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ആത്മഹത്യ അയാളുടെ ഭാര്യയെയും കുട്ടികളെയുമാണ് ബാധിക്കുക. പിന്നെ വൈകാരികമായി അയാളോട് അടുപ്പമുണ്ടായിരുന്നവരെയും ബാധിക്കും. കാരണം പ്രിയപ്പെട്ടവരുടെ മരണം ജീവിച്ചിരിക്കുന്നവർക്ക് വേദനയാണ്. പക്ഷെ റോയ് എങ്ങനെയാണ് സാധാരണക്കാർക്ക് വൈകാരികമായി അടുപ്പമുണ്ടായിരുന്ന ആളായി മാറുന്നത്? 4 വിധത്തിലെ ആരും മരിക്കുള്ളൂ. നമ്മൾ ആരും രോഗം മൂലം വാർദ്ധക്യ രോഗം, വാർദ്ധക്യം അതുൾപ്പെടെയാണ്. അപകടം മൂലം, കൊലപാതകത്തിലൂടെ, ആത്മഹത്യയിലൂടെ, ഇത് ഏതെങ്കിലും 4 രീതിയിലേ മനുഷ്യൻ മരിക്കുള്ളൂ. രോഗം മൂലം റോയ് മരിച്ചിരുന്നെങ്കിൽ ആ മരണം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. അപ്പോൾ മരണമല്ല, മരിച്ച രീതിയാണ് അത് വലിയ വാർത്തയാകാൻ കാരണം. ഒരു നിമിഷത്തെ പ്രേരണ കാരണം ആരും ആത്മഹത്യ ചെയ്യാറില്ല. ആത്മഹത്യയുണ്ടായ ഒരു കാരണം അല്ല വാസ്തവത്തിൽ ആത്മഹത്യയിലേക്ക് എത്തിച്ചത്. അതൊരു ക്രിട്ടിക്കൽ ഡ്രോപ്പ് മാത്രമായിരുന്നു. മാച്ച് സ്റ്റിക്ക് ടു ഗൺ പൗഡർ എന്നൊക്കെ പറയുന്നത് പോലെ. അതായത് ആത്മഹത്യയിലേക്ക് റോയിയെ നയിച്ചത് IT റെയ്ഡ് അല്ല, അതൊരു ക്രിട്ടിക്കൽ ഡ്രോപ്പ് മാത്രമായിരുന്നു. നിറഞ്ഞിരുന്ന ഗ്ലാസ്സിലേക്ക് ഒരു ക്രിട്ടിക്കൽ ഡ്രോപ്പ് കൂടി വീഴും, ഗ്ലാസ്സിലെ വെള്ളം തുളുമ്പി പുറത്തു പോകുന്നു. അപ്പോൾ യഥാർത്ഥ പ്രശ്നം അതാണ്. ആ ഗ്ലാസ് എങ്ങനെ ഒരു തുള്ളി കൂടെ വീണാൽ തുളുമ്പാൻ പരുവത്തിൽ നിറഞ്ഞു നിന്നു? അതിന് കാരണം റോയിയുടെ ജീവിതമാണ്. റോയി നടത്തിയ കച്ചവടത്തിലെ കള്ളത്തരങ്ങളാണ്. ഇത്രയും നാള് ഒളിപ്പിച്ചു വെച്ച കള്ളത്തരങ്ങൾ പുറത്താകുന്നത് കണ്ടു നിൽക്കാനുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഇല്ലാതെ പോയി. എല്ലാ ഫോട്ടോയിലും വിക്ടറിയുടെ ചിഹ്നം, അതായത് ചൂണ്ടുവിരലും നടുവിരലും കൊണ്ട് കാണിച്ചു നിൽക്കുന്ന റോയ്, ഈ ചിഹ്നം ആദ്യം സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ് ആദ്യമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അതിനുശേഷം അത് എല്ലായിടത്തും ഇങ്ങനെ എന്താണ് ഒരു വിജയത്തിന്റെ പോലെ ഇത് കാണിക്കുന്നത്. അതിപ്പോ എല്ലാം ഇങ്ങനെ കൈ കാണിച്ചു നിൽക്കുന്നതാണ്. അത് പുള്ളിയുടെ മിക്കവാറും എല്ലാ ഫോട്ടോയിലും അതുണ്ട്. ജീവിതത്തെ കുറിച്ച് ആപ്തവാക്യങ്ങൾ വിളമ്പാറുണ്ടായിരുന്ന ചിന്തകനായി വേഷമണിഞ്ഞ റോയ്ക്ക് സമ്പന്നതയുടെ നെറുകയിൽ നിന്നുകൊണ്ട്, അത് നിയമവിരുദ്ധമായി ഉണ്ടാക്കിയ സമ്പത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട്, ലാളിത്യത്തിന്റെ മഹത്വത്തെക്കുറിച്ചും പണത്തിന് വാങ്ങാൻ കഴിയാത്തതാണ് ലാളിത്യം എന്ന് പറയുകയും ചെയ്യുന്ന 10,000 കോടി രാജ്യത്തിന്റെ തലവനായിരുന്ന ഡോക്ടർ CJ റോയ്ക്ക് ഒരു IT റെയ്ഡിന്റെ സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം ചൂണ്ടുന്നത് റോയിയുടെ മരണത്തിലേക്കല്ല, റോയിയുടെ ജീവിതത്തിലേക്കാണ്. IT റെയ്ഡിന് പിന്നാലെ റോയി വിഷാദത്തിന് ചികിത്സ നേടിയെന്നാണ് പുതിയ വാർത്ത. വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ ലോകത്താർക്കും ഒരു നിമിഷം കൊണ്ട് ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ. ഐശ്വര്യ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല സർ, ഇപ്പൊ IT റെയ്ഡ് നടക്കുന്നത് ഒരു 2-3 ദിവസത്തെ ഒരു ഗ്യാപ്പിലാണല്ലോ. അപ്പൊ അതിനിടയിൽ അദ്ദേഹം വിഷാദരോഗത്തിന് ചികിത്സ നേടി. അങ്ങനെയൊന്നും പറയത്തില്ല. വിഷാദരോഗത്തെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവർ അങ്ങനെ പറയുന്നത്. 2-3 ദിവസം കൊണ്ട് വിഷാദരോഗമൊന്നും ഉണ്ടാവില്ല. അത് ഒരു ധാരണയില്ലാതെ പറയുന്നോണ്ടാണ്. അതായത് അത് എങ്ങനെ വെച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന പ്രശ്നങ്ങളുടെ ആകെത്തുകയാണ് ഡിപ്രഷനിലേക്ക് എത്തുന്നത്. ഈ പ്രശ്നങ്ങൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കും. അപ്പൊ സെറട്ടോണിൻ, ഡോപ്പമൈൻ, പിന്നെ സ്ട്രെസ് റെസ്പോൺസ് ചെയ്യാനുള്ള കഴിവ്, നെർവ് സെൽ കണക്ഷൻ, ഇതിനെയൊക്കെ ബാധിച്ചാണ് നമ്മൾ പറഞ്ഞ ഡിപ്രഷൻ വരുന്നത്. അല്ലാതെ ഒരു നിമിഷം കൊണ്ട് ആർക്കും ഡിപ്രഷൻ, ഒരു ദിവസമോ 3 ദിവസമോ, പക്ഷെ അത് ആ ഡിപ്രഷൻ ആ ഇമ്മീഡിയറ്റ് കോസ് ആണ്. ദാറ്റ് ഇസ് എ ക്രിട്ടിക്കൽ ഡ്രോപ്പ്. അയാളുടെ ഉള്ളിൽ പല പ്രശ്നങ്ങൾ നിന്നിരുന്നപ്പോൾ അതിനെ ഒന്ന് അഗ്രവേറ്റ് ചെയ്യാനായിട്ട് ഇത് ഉപകരിച്ചു, അല്ലെങ്കിൽ ഇത് കാരണമായി എന്നാണ്. അല്ലാതെ ഡിപ്രഷൻ 3 ദിവസം കൊണ്ടൊന്നും ആർക്കും വരില്ല. അത് തെറ്റായ പറച്ചിലാണ്. അത് അതിനെക്കുറിച്ച് ധാരണയില്ലായ്മയാണ്. അപ്പൊ പുള്ളിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഈ IT റെയ്ഡ് അത് ഇഗ്നൈറ്റ് ചെയ്തിരിക്കാം. അതിനാണ് സാധ്യത. ഉറപ്പായിട്ടും സാർ. അതിനിടയിൽ ഈ പറയുന്ന 3 ദിവസങ്ങൾക്കിടയിൽ അദ്ദേഹം ഗൾഫിൽ നിന്നിട്ട് ബാംഗ്ലൂർ വരുന്ന ആ ഒരു ഗ്യാപ്പ് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വാദം ശരിക്കും അതല്ല, പുള്ളിക്ക് പണ്ട് തൊട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടെന്നേ. പ്രോബബ്ലി പുള്ളിക്കാരൻ ഒരു നെഗറ്റീവ് ഇമേജിനെ ഭയക്കുന്ന ഒരാളാണ്. ഒരിടത്തും നെഗറ്റീവ് പുള്ളിയെ പറ്റി പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് പണ്ട് മുതലേ ആള്.
അല്ല, അതാണ് പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് പുള്ളി പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ തോന്നും. അതെ. കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ കോൺഫിഡന്റ് ആകുന്നത്. നമുക്ക് ഇല്ലാത്തതാണ് നമ്മൾ പലപ്പോഴും പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയണത്, ലോകത്ത് ഒരു മനുഷ്യനും സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല യഥാർത്ഥത്തിലുള്ള. അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മറച്ചു വെക്കാനുള്ള അവരുടെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് അത് നമുക്ക് സുപ്പീരിയോറിറ്റി ആയിട്ട് തോന്നുന്നത്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മറച്ചു വെക്കാൻ കഴിയാത്തവരെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അവന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും. മറ്റൊന്ന് നമ്മൾ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും. സുപ്പീരിയോറിറ്റി കോംപ്ലക്സിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നെപ്പോളിയനാണ്. പക്ഷെ നെപ്പോളിയന്റെ ഡയറിക്കുറിപ്പുകൾ നെപ്പോളിയൻ ഇത് വായിക്കാൻ നെപ്പോളിയൻ ഭീകരമായ അപകർഷതാബോധം അനുഭവിച്ചിരുന്നു. അത് അയാളുടെ പൊക്കമില്ലായ്മയെന്നായിരുന്നു. അതുകൊണ്ടാണ് അയാൾ കുതിരപ്പുറന്ന് താഴെ ഇറങ്ങാതിരുന്നത്. കുതിരപ്പുറത്തിരുന്ന് ഉറങ്ങുമായിരുന്നൊക്കെ പറയണത് കുതിരപ്പുറന്ന് താഴെ ഇറങ്ങിയാണെങ്കിൽ അയാൾ തീരെ ചെറുതായിട്ട് തോന്നുമായിരുന്നായിട്ട്. എല്ലാം ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് പറയുന്നവരെല്ലാവരും നിങ്ങൾ നോക്കിക്കോളൂ, അവരുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അവരുടെ ഷാഡോ നമ്മൾ പറയും, സൈക്കോളജിയിൽ ഷാഡോ, അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പുള്ളിയുടെ ഡീപ്പ് നെഗറ്റീവ് ഫീലിങ്സ് പുള്ളിക്കുണ്ട്. അത് ഒരു സ്ഥലത്ത് പോലും തൊടാൻ പുള്ളി കഴിയില്ല. കാരണം പുള്ളി അത്രമാത്രം പ്രോബ്ലംസ് ഉള്ള ആയിരിക്കും. നമുക്കറിയില്ല പ്രോബ്ലം എന്താണ്. പക്ഷെ ലോകത്ത് ഒരു മനുഷ്യനും 3 ദിവസത്തെ റെയ്ഡ് കാരണം ഡിപ്രഷൻ ഉണ്ടാവില്ല. മറ്റെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അയാൾ അറ്റാക്ക് ചെയ്തിരിക്കാം, അത് ഡിപ്രഷൻ ഉണ്ടാകത്തില്ല. ഞാൻ പറയാം ആത്മഹത്യ ചെയ്തിരിക്കുന്ന കാരണം. പക്ഷെ ഡിപ്രഷൻ കൊണ്ടാണ് ആത്മഹത്യ എന്ന് പറയുന്ന ആ ലോജിക്ക് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. അത് വിഷമം കൊണ്ടാകാം. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദ റിസൾട്ട് ഓഫ് എ ഡിപ്രഷൻ. ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. ഓക്കെ സർ. പക്ഷേ കോൺഫിഡൻസ് ഗ്രൂപ്പ് പോലെ ഒരു ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പുള്ളിക്കാരൻ കോൺഫിഡന്റ് അല്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ തരണം ചെയ്യാനായിട്ടുള്ള മനക്കെട്ട് ഇല്ലാത്ത ഒരാള് ഒരു ബിസിനസ് ലോകത്തേക്ക് ഇറങ്ങുമോ ശരിക്കും? ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് ഒരു കള്ളത്തരത്തിലാണ്. ആ കള്ളത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ആ കള്ളത്തരത്തിന്റെ സ്ട്രാറ്റജി? പുള്ളി ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട് പുള്ളിയെ കൊണ്ട്. 0 ഡെറ്റ് ഉള്ള, അല്ലെ, 0 ഡെറ്റ്, കടമില്ലാത്ത ആൾ അന്നല്ലേ പുള്ളിയെ കുറിച്ച് പറയുന്നത്. ലോൺ എടുത്തിട്ടില്ല ബാങ്കിൽ നിന്ന്, ഇതൊക്കെയല്ലേ പറയുന്നത്. അതാണ് പുള്ളിയുടെ യഥാർത്ഥ കള്ളത്തരം. മനസ്സിലായോ? എങ്ങനെയെന്ന് ഞാൻ പറയാതെ. 0 ഡെറ്റ് ഉള്ള എന്ന് അഹങ്കരിച്ചിരുന്ന, പിന്നെ ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. പുള്ളി പലർക്കും ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. പിന്നെ പുള്ളി പറഞ്ഞ ഇത് ഞാൻ കേട്ടത്, ഇന്റർവ്യൂവിൽ കേട്ടത്, പ്ലാൻ വിത്തിൻ യുവർ മീൻസ് ആൻഡ് സ്പെൻഡ് വൈസ്ലി. പിന്നെ മോർ ഇമ്പോർട്ടൻ്റ്ലി ഏൺ വൈസ്ലി എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയാണ്, ഐ സ്റ്റേ ഇൻ ദ ബെസ്റ്റ് ഓഫ് ദ ഹോട്ടൽസ്, ട്രാവൽ ഇൻ ദ ബെസ്റ്റ് ഓഫ് കാർസ്, ബൈ ദ ബെസ്റ്റ് ഓഫ് ദ വാച്ചസ്. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഇൻക്രീസ് യുവർ ഇൻകം ആൻഡ് നോട്ട് റെഡ്യൂസ് യുവർ എക്സ്പെൻഡിച്ചർ. അതിനുവേണ്ടി വർക്ക് മോർ, ഏൺ മോർ എന്ന പുള്ളി പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾക്ക് IT ഉദ്യോഗസ്ഥർ റെയ്ഡ് വന്നതുകൊണ്ട് മാത്രം ഇതെല്ലാം സംഭവിക്കുമോ? നമ്മളത് ആലോചിക്കേണ്ടതാണ്. അപ്പൊ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? നമ്പൂതിരിയുടെ ശാപം ആണ് ഇതിന് കാരണം. ഈ ബ്രാഹ്മണൻ ശപിച്ചാൽ നാട് മുടിയുമെന്ന് പറഞ്ഞു കിടക്കുന്ന മണ്ടത്തരങ്ങൾ ഒന്നാണ്. ബ്രാഹ്മണൻ ശപിച്ചാൽ ഒരു പുൽക്കൊടി പോലും പാടില്ല. എന്നാൽ ഇന്നും നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്തും ഈ ബ്രാഹ്മണ മഹാത്മ്യം വിളമ്പുന്നത് എത്രയോ ഞാൻ കണ്ടു. ബ്രാഹ്മണന്റെ ശാപം കൊണ്ടാണെന്ന്. ബ്രാഹ്മണൻ ശപിച്ചാൽ എന്താണ്? അല്ലെങ്കിൽ ദൈവം ശപിച്ചാൽ ഒരു പുണ്ണാക്ക് സംഭവിക്കില്ല. ആര് ശപിച്ചാലാണ്, ആർക്കാണ് എന്ത് സംഭവിക്കുന്നത്? ഇത് വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ശാപവചനങ്ങൾ, എന്താണ്, അച്ഛന്റെ ശാപം, അമ്മയുടെ ശാപം, മൂത്തവരുടെ ശാപം, ഗുരുനാഥന്റെ ശാപം, നാട്ടിലുള്ള എല്ലാവന്റെയും ശാപം, എല്ലാവരും ശപിക്കാൻ കെൽപ്പുള്ളവനായിട്ടൊക്കെ നിൽക്കുകയാണ്. ഒരുത്തനും ശപിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ശപിക്കുന്ന ദൈവമാണെങ്കിൽ പോലും ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഇത് വെച്ചത് കളിച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ക്രിസ്റ്റൽ നമ്പൂതിരിയെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി, ബാക്ക് സ്റ്റോറി അവിടെ കിടക്കുന്നത് കൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു കഥ പുറത്തേക്ക് വരുന്നത്. ഏത് ക്രിസ്റ്റൽ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവിടെ നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഈ ബ്രാഹ്മണ ശാപം എന്ന് പറയുന്ന സാധനത്തിലേക്ക് ആൾക്കാർ പോകുന്നത്. അല്ല, ക്രിസ്റ്റൽ നമ്പൂതിരി എന്നല്ല, അയാളുടെ പേര് ഫ്രാൻസിസ് എന്നായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ശാപം എന്ന് പറയും? അതുകൂടെ പറഞ്ഞു. അയാളുടെ പേര് ഫ്രാൻസിസ് ആയിരുന്നു വിചാരിക്കുക. നിങ്ങൾ എന്ത് ശാപം എന്ന് പറയും? യേശുവിന്റെ ശാപം എന്ന് പറയുമോ? അപ്പൊ അയാളൊരു നമ്പൂതിരി ജാതിയിലായതുകൊണ്ട് ഈ നമ്പൂതിരിമാര് പണ്ട് ശപിച്ചു ആളുകളെയൊക്കെ ഇങ്ങനെ, അത് ആളുകളെ ഭീഷണിപ്പെടുത്തി അവരുടെ വരുതിക്ക് നിർത്താനുള്ള ഒരു ടെക്നിക്കായിരുന്നു അത്.
അതിപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എന്ത് ശാപമാണ് അയാളുടെ ഭാര്യയായിട്ട് ഇയാൾക്ക് ബന്ധമാണെങ്കിൽ അതെങ്ങനെ ഈ സമൂഹത്തെ ബാധിക്കുന്നേ? ഈ കേരളത്തിൽ 1.5 ലക്ഷം ലൈംഗിക തൊഴിലാളികളുണ്ട്. 36,000 40,000 പുരുഷ ലൈംഗിക തൊഴിലാളികളുണ്ട്. ഇവരെയൊക്കെ അടുത്ത് ആരാണ് സാറേ ഈ പോകുന്നത്? ആ പോയവരെയൊക്കെ അങ്ങനെയാണെങ്കിൽ ശപിക്കണ്ടേ? ഒരാൾ ഭാര്യയൊക്കെ ഉള്ളത് ഇതിനകത്തോണ്ട് 80% ഭാര്യയുള്ളവരെയാണ് പോണത്. അവരെയൊക്കെ ശാപം ഏറ്റുവാങ്ങണ്ടെങ്കിൽ നമ്മളൊരു എന്താണ് നമ്മൾ മോറലിസ്റ്റിക് സൊസൈറ്റിയാണ്. നമ്മൾ ഇങ്ങനെയുള്ള ഓരോ നിമിഷങ്ങളിലും നമ്മൾ എടുത്തുകൊണ്ട് വി ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്മോറൽ സൊസൈറ്റീസ് ഇൻ ദ വേൾഡ്. കേരളം ഈസ് എ ഹൈലി ഇമ്മോറൽ സൊസൈറ്റി. അത് മോശമാണെന്നോ നല്ലതെന്നോ അല്ല ഞാൻ പറയുന്നത്. എന്ത് സംഭവം വന്നാലും മൊറാലിറ്റി വഴി അതിനെ യാർസ്റ്റിക് വഴി അളക്കുന്ന ഒരു എന്താണ് അപമാനകരമായ രീതിയാണ് നമുക്കുള്ളത്. അയാൾ 25 വർഷത്തിന് മുമ്പ് ആരുടെയെങ്കിലും ഭാര്യയായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ സോ വാട്ട് ബ്ലഡി ഹെൽ, നമ്മളെ അത് എങ്ങനെ ബാധിക്കുന്നു? എങ്ങനെയാണ് നമ്മളെ ഇതൊക്കെ ബാധിക്കുന്നത്? കേരള സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു? ഒരു രീതിയിലും ഇല്ല. പിന്നെ എന്തിനാണ് നമ്മളിത് പറയണത്? പിന്നെ റോയ് വാസ്തവത്തിൽ ചെയ്തതെന്ന് വെച്ചാൽ അയാൾ റോങ് ഇക്കണോമിക് മോഡലാണ് സൃഷ്ടിച്ചത്. അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഈ ക്രിയേറ്റഡ് റോങ് ഇക്കണോമിക് മോഡൽ അതെന്ന് വെച്ചാൽ അത് സീറോ ഡെറ്റ് മോഡൽ എന്ന് പറയുന്നതാണ്. സാധാരണയായി ഒരു ഹെൽത്തി എക്കോണമിയിൽ ഇൻവെസ്റ്റ്മെന്റ് ക്രിയേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ബാങ്കുകൾ. എങ്ങനെയാ വെച്ചാൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അതിന് അവർക്ക് പലിശ കൊടുത്ത് ആ പണം ബിസിനസ് കമ്മ്യൂണിറ്റിക്കും മറ്റ് ലോൺ ആവശ്യം ഉള്ളവർക്കും കൂടുതൽ പലിശ കൊടുത്തുമാണ് ബാങ്കുകൾ എക്കോണമിയിൽ മൾട്ടിപ്ലയർ ഇഫക്റ്റിലൂടെ പണം സൃഷ്ടിക്കുന്നത്. ഉദാഹരണത്തിന് ഒരാൾക്ക് 1 കോടി ലോൺ കൊടുത്തു വിചാരിക്കാം. ബാങ്ക് അയാളുടെ കയ്യിൽ 1 കോടി രൂപ കൊടുക്കുന്നില്ല, മറിച്ച് അയാളുടെ പേരിൽ അതേ ബാങ്കിൽ തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങുന്നു. ആ അക്കൗണ്ടിൽ നിന്ന് അയാൾ മറ്റു പല ആവശ്യങ്ങൾക്കുമായി മറ്റു പലർക്കും ചെക്ക് കൊടുക്കുന്നു. ആ ചെക്കുകൾ മറ്റു പല ബാങ്കുകളിലെയും മറ്റു പലരുടെയും അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് ഇക്കോണമിയിൽ നമ്മൾ പറഞ്ഞ മണി മൾട്ടിപ്ലയർ പ്രോസസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരു എക്കോണമി നിലനിൽക്കുന്നത്. ഇപ്പോൾ റോയ് സ്വീകരിച്ച സീറോ ലോൺ എക്കണോമിക് മോഡൽ സേവിങ്സ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ലോൺ ലെൻഡിങ്, ഇൻവെസ്റ്റ്മെന്റ് എന്ന ഇക്കണോമിക് പ്രോസസ്സിനെ തകർത്ത് കളയുന്ന ഒന്നാണ്. എല്ലാവരും റോയിയുടെ പാത സ്വീകരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുന്നു. അപ്പോൾ റോങ് മോഡലാണത്. ഇനി അപ്പോൾ ഒരു പ്രധാന ചോദ്യം വരുന്നു, ബാങ്ക് ലോൺ ഇല്ലാതെ റോയ് എങ്ങനെ ബിസിനസ്സിന് പണം കണ്ടെത്തി? റോയ് ഒരു സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ഒരുത്തനായിരുന്നു. അതിന്റെ അർത്ഥം റോയ് എന്താണ് 10,000 കോടി സ്വത്തുണ്ടായിരുന്ന ഒരാളൊന്നുമില്ല. 10,000 കോടി സ്വത്തുണ്ടായിരുന്നെങ്കിൽ അയാൾ ബിസിനസ്സിന് പോകത്തുമില്ലായിരുന്നു. അയാൾ എങ്ങനെ പണം കണ്ടെത്തി? ഇത് വളരെ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. അവിടെയാണ് റോയിയുടെ സാമ്പത്തിക ഇടപാടിന്റെ കള്ളക്കളിയുടെ തുടക്കം. റോയ് ലോൺ എടുക്കുന്നുണ്ട്, അത് പക്ഷെ ബാങ്ക് ലോൺ അല്ല, സമ്പന്നരായ വ്യക്തികളിൽ നിന്നാണ്. ഇത് കള്ളപ്പണം സൂക്ഷിക്കുന്ന സമ്പന്നരെയും റോയിയെയും ഒരുപോലെ സഹായിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ കള്ളപ്പണം ഉള്ളയാൾക്ക് അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയില്ല. സോഴ്സ് ഓഫ് ഇൻകം കാണിക്കണം, IT റിട്ടേൺസിൽ അത് കാണിക്കണം. അതുകൊണ്ട് ആ കള്ളപ്പണം റോയ്ക്ക് ബിസിനസ് ചെയ്യാൻ കൊടുക്കുന്നു. ബാങ്ക് പലിശയേക്കാൾ ഉയർന്ന പലിശ റോയി അവർക്ക് കൊടുക്കും. ഇനി റോയിയെ ഇതെങ്ങനെ സഹായിക്കുന്നതെന്ന് നോക്കാം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ റോയ്ക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും ഓഡിറ്റ് ചെയ്ത് IT വകുപ്പിനെ കാണിക്കണം. എന്നാൽ ബാങ്ക് ലോൺ അല്ലാതെ വ്യക്തികളിൽ നിന്ന് എടുക്കുന്ന ലോണ് കണക്കിൽ കാണിക്കാതിരിക്കാം, അല്ലെങ്കിൽ അതിന് പ്രത്യേകം കണക്ക് വയ്ക്കാം. ആ കണക്ക് IT ഡിപ്പാർട്ട്മെന്റ് മറച്ചു പിടിക്കാം. ഈ ക്രയവിക്രയത്തിലൂടെ റോയിയും അയാൾക്ക് പണം നൽകുന്ന സമ്പന്നരും രാജ്യത്തെ നിയമത്തെ വെല്ലുവിളിക്കുകയും IT ഡിപ്പാർട്ട്മെന്റ് വഴി രാജ്യത്തിന് കിട്ടേണ്ട വരുമാനത്തെ തുരങ്കം വെക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് IT റെയ്ഡ് വന്നപ്പോൾ റോയി ആകെ തകർന്നു പോയത്. IT റിട്ടേൺസ് പ്രോപ്പർ അല്ല എന്ന് വിചാരിക്കുക, ടാക്സ് എവേഷൻ നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, പിഴ സഹിതം ടാക്സ് വെച്ചാൽ മതി, അതിന്റെ കേസ് തീരും, അത്രയേ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് IT റെയ്ഡ് വന്നപ്പോൾ റോയ് ഇത്രയും സമ്പന്നനായ റോയ് ആത്മഹത്യ ചെയ്ത്? സീറോ ഡെറ്റ് വ്യവസായ പണത്തിന്റെ സോഴ്സ് കാണിച്ചാൽ അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെല്ലും. കാരണം അത് അവിടെയാണ് ഏറ്റവും കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രോസസ്സാണ്. അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ വയലേഷൻ ആണ്. അതായത് നിയമവിരുദ്ധമായി കള്ളപ്പണം വെളുപ്പിക്കുക വഴി റോയിയുടെ കമ്പനിയും ക്രിമിനൽ കുറ്റം ചെയ്തു. ഇനി PMLയുടെ സെക്ഷൻ കൂടാകുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത്. സെക്ഷൻ 3 പറയുന്നത് എ പേഴ്സൺ ഷാൽ ബി ഗിൽറ്റി ഓഫ് ഒഫൻസ് ഓഫ് മണി ലോണ്ടറിങ് if such person is found to have directly or indirectly attempted to indulge or knowingly assist or knowingly is a party or is actually involved in one or more of the following process of activities connected with the proceeds of crime, namely concealment, possession, acquisition, use, projecting as untainted money. ഇതില്
അതൊന്നും പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയുമായി ബന്ധപ്പെടുകയോ കൂട്ടുനിൽക്കുകയോ ആ ക്രിമിനൽ പ്രവൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മറച്ചുവെക്കുകയോ സ്വന്തമാക്കുകയോ ഉപയോഗിക്കുകയോ കളങ്കികമല്ലാത്ത പണം എന്ന രീതിയിൽ അതിനെ പ്രൊജക്റ്റോ ചെയ്താൽ എന്നാണ് അതിനർത്ഥം. റോയി ഇതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾക്ക് ആയിട്ട് റോയിക്ക് ഒരു പക്ഷേ ശിഷ്ടകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരുമായിരുന്നു. അയാൾ ഒഴിവാക്കി. അത്ര മാത്രമാണ് ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. കാരണം ഇതിന്റെ കുറ്റത്തിന് ശിക്ഷ പറയുന്നത് കുറ്റമാണല്ലോ. ശിക്ഷ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടി വന്നു. PMLA ആക്ട് 4-ാം വകുപ്പ് ഇതിൽ ഏതെങ്കിലും ഒരു കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞാൽ 3 വർഷം മുതൽ 7 വർഷം വരെ കഠിന തടവ് ലഭിക്കും. ഓരോ കുറ്റത്തിന് ഓരോ പ്രാവശ്യമായിട്ട് ശിക്ഷ കിട്ടും. അപ്പൊ അതായത് 10-30 വർഷം ചേർത്ത് ശിക്ഷപ്പെടുമായിരുന്നു. PMLA-യുടെ 5-ാം വകുപ്പിൽ കള്ളപ്പണം വെളുപ്പിക്കലോട് ലഭിച്ച വസ്തുക്കൾ അറ്റാച്ച് ചെയ്യാം. അപ്പൊ സാമ്പത്തികം തകർന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാകും റോയി എന്താണ് ആത്മഹത്യ ചെയ്യുന്നത്. വാസ്തവത്തിൽ IT വകുപ്പ് വളരെ മുമ്പ് തന്നെ റോയിയുടെ സീറോ ഡെറ്റ് ബിസിനസ് പോളിസിയെ കുറിച്ച് അന്വേഷിക്കണമായിരുന്നു. കാരണം ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് തുടങ്ങുന്നത് 2005-ലാണെന്ന് എനിക്ക് തോന്നണം. PMLA ആക്ട് നിലവിൽ വരുന്നത് 2002-ലാണ്, അതായത് 3 വർഷം മുമ്പ്. അതായത് സീറോ ഡെറ്റിലൂടെ ബിസിനസ് നടത്തിയപ്പോൾ റോയിക്ക് അറിയാമായിരുന്നു താൻ PMLA-യുടെ വയലേഷൻ ആണ് നടത്തുന്നത്. 20 വർഷം PMLA വയലേഷൻ നടത്തിയ ആളാണ് നമ്മളോട് തെറ്റായ മാർഗത്തിലൂടെ പണസമ്പാദനം അരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പരസ്യങ്ങളും സ്പോൺസർഷിപ്പും വാങ്ങി വരുമാനമുണ്ടാക്കിയ ടെലിവിഷൻ മാധ്യമങ്ങൾ ഒരിക്കലെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ ഒരാൾക്ക് എങ്ങനെയാണ് സീറോ ഡെറ്റിൽ ഇത്രയും വലിയ വ്യവസായം നടത്താൻ കഴിയുന്നത്? ഇതൊക്കെയാണെങ്കിലും എനിക്ക് ഏറ്റവും വലിയ ക്രൂരമായ തമാശയായി തോന്നിയത് റോയിയുടെ ഫേസ്ബുക്കിലെ 2 പോസ്റ്റുകളാണ്. ഒന്നാമത്തെ പുള്ളി പറയുന്നതാണ്, എന്റെ 36-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ആദ്യത്തെ പ്ലെയിൻ വാങ്ങിച്ചു. ലോൺ ഇല്ലാതെ. ഓരോരുത്തരും പുതിയ കാർ വാങ്ങുന്ന വലിയ സെലിബ്രേഷൻ ആക്കുമ്പോൾ ഞാൻ സ്വന്തം പ്ലെയിൻ വാങ്ങി. അത് ഏകദേശം 10 കോടി രൂപ മുടക്കി. രണ്ടാമത്തെ, എത്ര വില കൊടുത്താലും വാങ്ങാൻ കഴിയാത്ത ഒന്നുണ്ട്, ലാളിത്യം. ഈ ലംബോർഗിനി കാറിൽ എനിക്കിതാ ഈ സ്ലിപ്പർ ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കാം. 2 FB പോസ്റ്റുകൾ ഞാൻ കാണുന്നത് സോഷ്യലി ഒബ്സീൻ ആയിട്ടാണ് കാണുന്നത്. അതായത് പുള്ളി ലാളിത്യത്തെ കുറിച്ച് പറയുകയാണ് നമ്മളോട്, ഒരു ഉളുപ്പുമില്ലാതെ. റോയിയുടെ മരണം വാസ്തവത്തിൽ ഈ മരിയോ പുസയുടെ ഗോഡ് ഫാദർ എന്ന നോവലിൽ ചേർത്തിട്ടുള്ള ഫ്രഞ്ച് നോവലിസ്റ്റ് ബെൽസാക്കിന്റെ ഒരു വാചകം. അതിന്റെ തുടക്കത്തിൽ ഗോഡ് ഫാദറിന്റെ ഫസ്റ്റ് പേജിൽ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അത് ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദെയർസ് എ ക്രൈം എന്നുള്ളതാണ് ബെൽസാക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ബെൽസാക്കിന്റെ യഥാർത്ഥ മറ്റേ മരിയോ പുസോ ഇതിനെ ബെൽസാക്കിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഇതിനെ എഡിറ്റ് ചെയ്താണ് കേട്ടോ. ബെൽസാക്ക് ഒരു ഫ്രഞ്ച് നോവലിസ്റ്റ് ആണ്. അയാളുടെ ലെ പെറെ ഗൊറോയിറ്റ് എന്നുവെച്ചാൽ ഫാദർ ഗോറൈറ്റ് എന്നാണ് അതിന്റെ അർത്ഥം, അതിന്റെ ഇംഗ്ലീഷ് നമ്മൾ. അതിനകത്ത് അയാൾ പറയുന്നത് ഇങ്ങനെയാണ്, ദ സീക്രട്ട് ഓഫ് എ ഗ്രേറ്റ് സക്സസ് ഫോർ വിച്ച് യു ആർ അറ്റ് എ ലോസ്റ്റ് അക്കൗണ്ട് is a crime that has never been found out because it is properly executed. റോയ് 20 വർഷത്തോളം തന്റെ സാമ്പത്തിക ക്രൈം ഭംഗിയായി ചെയ്തു പോന്നു. 21-ാമത്തെ വർഷം ആ ശ്രമം പൊളിഞ്ഞു. അയാൾ ആത്മഹത്യ ചെയ്തു. അത്രയ്ക്ക് ലളിതവും അത്രയ്ക്ക് സങ്കീർണവുമാണ് വാസ്തവത്തിൽ റോയിയുടെ ആത്മഹത്യ. ഞാനത് അങ്ങനെ കാണുന്നുള്ളൂ. ഉറപ്പായിട്ടും സർ. ഒരിക്കൽ പോലും നമ്മുടെ ഈ പത്രസമ്മേളനങ്ങളിലൊന്നും നമ്മുടെ മാധ്യമപ്രവർത്തകർ ഉയർത്താത്തൊരു ചോദ്യം തന്നെയാണത്. റോയിയുടെ സോഴ്സ് എന്താണ്, മൂലധനം എവിടെ നിന്ന് കിട്ടി? സീറോ ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരാളുടെ പിന്നെ എവിടെ നിന്നായിരുന്നു ഈ മൂലധനം എന്ന് ഒരാളെങ്കിലും അന്ന് ചോദിച്ചിരുന്നു എന്ന് വെച്ചാല് പല മാധ്യമ മുതലാളികൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് കാണും. ഹൂ നോസ്? അതെ, മാധ്യമങ്ങളെല്ലാം സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നു കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. ഒരു ബിസിനസ്സുകാരനും 100% സത്യസന്ധമായി ബിസിനസ് ചെയ്യാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോട്ടെ, 1% നമുക്ക് എല്ലാത്തിനും എക്സംഷൻ കൊടുക്കാം. ദാറ്റ്സ് ഓൾ. വലിയ വ്യവസായികള് വലിയ കള്ളത്തരം കാണാം. അതാണ് ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദെയർസ് എ ക്രൈം എന്ന് പറയുന്നത്. നമ്മൾ അംബാനിയുടെയും അദാനിയുടെയും കേസ് നമ്മൾ എഴുതുമ്പോൾ ക്രൈം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്രൈമാണ് നടന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. നമ്മളെപ്പോഴും പറയാം ഇവരെല്ലാം ഈ വിശുദ്ധ കഥകൾ ഉണ്ടാക്കി മാധ്യമങ്ങളുടെ രീതിയാണ്. ഈ മഹാന്മാരുടെ വിശുദ്ധ റോയിയെ കുറിച്ച് പറയുന്നത്, പുള്ളി 13 വയസ്സുള്ളപ്പം ഏതോ ഒരു മാരുതി ആദ്യമായിട്ട് വന്നപ്പോൾ അതിൻ്റെ കൂടെ പോയിരുന്നപ്പം മാരുതിയുടെ ഷോറൂമിൽ അയാൾ പറഞ്ഞു, ഈ ഒരു പയ്യൻ നിനക്ക് ഇതൊക്കെ മേടിക്കാൻ കൂടെ അപ്പോഴാന്നൊക്കെ പറഞ്ഞ് അയക്കത്രേ. അത് ഉള്ളിൽ കിടന്നിട്ട് പുള്ളി ഇങ്ങനെ കാറ് മേടിച്ചുകൊണ്ടിരുന്നു. അത് തന്നെ ഒരു മാനസിക രോഗമാണ്, മനസ്സിലായത്. അന്നത്തെ അതിൽ നിന്ന് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു മാനസിക രോഗമാണ്. അയാൾ അതിന്റെ അടിമയാണ് ഇപ്പോഴും എന്നാണ്. എന്നിട്ട് അംബാനിയുടെ ഇതുപോലത്തെ കഥയുണ്ട്. അംബാനി ഏത് രാജ്യം ഞാൻ ഓർക്കില്ല, അവിടെ ഒരു പെട്രോൾ ബങ്കിലെ ഗ്യാസ്
ഹെൽപ്പറായിട്ട് നിൽക്കുകയായിരുന്നു ജോലി. അതായിരുന്നു ആദ്യം ധീരുഭായ് അംബാനിയുടെ ജോലി. അപ്പം പുള്ളിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് പുള്ളി ചെറിയ ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചില്ല, മറിച്ച് വലിയ ഹോട്ടലിൽ പോയിരുന്നു ഒരു ചായ വല്ല ഓർഡർ ചെയ്തു. എന്നിട്ട് സമ്പന്നരായ മനുഷ്യർ അവിടെ വരുമല്ലോ, അവരുടെ സംസാരം കേട്ട് പഠിച്ചിട്ട് എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് പഠിച്ചു എന്ന്. മനസ്സിലായേ? ഇമാതിരി പൊട്ടക്കഥ. 35 വർഷത്തിന് മുമ്പ് അരിസ്റ്റോക്രാറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ബാഗ് ഇവിടെ വ്യാജമായി നിർമ്മിച്ച് വിറ്റുകൊണ്ടിരുന്ന ഒരാളാണ് അദാനി. ഒരു 14 വർഷത്തിന് മുമ്പ് ലോക സമ്പന്നരുടെ ഇടയിൽ 14-12 വർഷത്തിന് 609ാമത്തെ സ്ഥാനമായിരുന്നു അംബാനി. 609. അംബാനി അല്ല, അദാനി. ഇന്ന് പുള്ളി ലോകത്തിലെ 2ാമത്തെ ആളാണ്. ഇത്രയും വർഷം കൊണ്ട് പുള്ളി നോട്ട് അടിച്ചാൽ പോലും ഇത്രയും പണം ഉണ്ടാക്കാൻ നോക്കില്ല. മനസ്സിലായോ? അതെ അതെ. അത്ര ക്രൈമാണ്. പക്ഷെ ഇവരൊക്കെ അല്ലേ നമ്മൾ മീഡിയ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഹു കൺട്രോൾസ് ദ മീഡിയ ഇൻ ഇന്ത്യ? ഇവരൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവരുടെ പരസ്യങ്ങളല്ലേ മാധ്യമങ്ങൾക്ക് കിട്ടുന്നേ. പരസ്യത്തിന്റെ വരുമാനം ഇല്ലാന്നുണ്ടെങ്കിൽ പല മീഡിയസും ഇപ്പൊ നിൽക്കുന്നില്ല. അപ്പൊ എന്നിട്ട് ജനങ്ങൾ വിചാരിക്കുന്ന എന്താണ്? മാധ്യമ പ്രവർത്തകർ ഇതിന്റെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ ഇത് കിട്ടുന്ന മനുഷ്യര്. ഞാൻ പണ്ടൊരിക്കൽ നമ്മുടെ ദൂരദർശനിൽ ചർച്ചയ്ക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്, സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിയാൽ തിരുവനന്തപുരം, കേരളത്തിന് മുഴുവൻ അറിയാം, തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകരിൽ മുതിർന്ന പത്രപ്രവർത്തകരിൽ ഒരു 50% പേരെങ്കിലും, ഞാൻ ഏറ്റവും കുറച്ചാ പറഞ്ഞ 50, വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് ഉണ്ട് എന്നുള്ളതിന് ജയിലിൽ കിടക്കും. മനസ്സിലായോ? അതെ, തീർച്ചയായിട്ടും. ഇവിടുത്തെ മന്ത്രിമാര് മേടിച്ചെടുത്ത കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പത്രക്കാരെ എനിക്കറിയാം. ഐ തിങ്ക് മീഡിയ ഈസ് മോർ കറപ്റ്റ് ദാൻ ദ മോസ്റ്റ് കറപ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ ക്വാണ്ടം ഓഫ് കറപ്ഷൻ അല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരു കള്ളൻ പിക്ക് പോക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പോലീസുകാരൻ പിക്ക് പോക്കറ്റ് അടിച്ചാലും രണ്ടും ക്രൈമാണ്. പക്ഷെ പോലീസുകാരൻ ചെയ്യുന്ന കുറെ കൂടെ ഒരു ഡയമെൻഷൻ ഉണ്ട്. ഇത് മുഴുവൻ ചൂണ്ടിക്കാണിക്കേണ്ട പത്രക്കാരനാണ് ഇതിന്റെ ചെറിയ തുണ്ട് കിട്ടുമ്പം ഹാപ്പി ആകും മേടിച്ചോണ്ട് പോകുന്നത്. ഇവർ ചോദിക്കണ്ടേ, ലോൺ എടുക്കാതെ ഒരാൾ എങ്ങനെയാണ് ഇത്ര ബിസിനസ് ചെയ്തത്? കോമൺ സെൻസ് ഇല്ലേ? ആരുടെയോ പണം കിട്ടി. ആ പണം എന്തുകൊണ്ട് അവര് ബാങ്കിലിടാതെ ഈ മഹാന് കൊടുത്തു? അവിടെയൊക്കെയാണ് അതെല്ലാം പുറത്തു വരും. ഇനി ഇത് ജയിലിടിഞ്ഞാൽ പുറത്തു വരത്തില്ല. അത്രയും കുറ്റങ്ങളുണ്ട്. PML ആക്ട് അനുസരിച്ച് പോവുകയാണ്. പിന്നെ ഇയാൾക്ക് ചെയ്യാമായിരുന്നത്, ഇയാൾ മറ്റേ കിറ്റക്സിൽ അയാളെ പോലെ ഇയാൾക്ക് പോയി BJP പോയി ചേർന്നോടായിരുന്നു. ആകണമെന്നേ. അതൊക്കെ അത്രയൊക്കെ പഠിക്കണ്ടേ? ഇത്രയും കള്ളത്തരം ബിസിനസ് ചെയ്യുമ്പം. നമ്മൾ ആസാമിലെ മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വാസിനെ അയാൾ CBI കേസ് വരുന്ന കോൺഗ്രസ്സുകാരനായിരുന്നു. അയാൾ നേരെ BJP വന്നു. അയാൾ മുഖ്യമന്ത്രിയായി മാറുന്നു. പക്ഷെ റോയിക്ക് കൃത്യമായിട്ടും രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ലാത്ത കാര്യമാണല്ലോ സാർ. പിന്തുണയാണ്. മനസ്സിലായ? ആവശ്യം വരുമ്പോ പിന്നിൽ നിൽക്കുന്ന കൈ വലിച്ചുകൊണ്ട് അത് ഓടും. അങ്ങനെ ഒരു കൈ വലിച്ചതായിരിക്കാലോ ചിലപ്പോ ഇപ്പോ സംഭവിച്ചേക്കുന്നത്. പിന്തുണയ്ക്കുന്ന ആളുകളുടെ പണവും ഇത് കാണും. അതെ. അതുകൊണ്ട് അവർ പുറകിൽ നിന്നാണ് തള്ളണം, ഒപ്പം നടക്കുകയല്ല കേട്ടോ ഒരിക്കലും. പുറകിൽ നിന്ന് തള്ളുമ്പോൾ ഒരു ഗുണമുണ്ട്. ഏത് സമയം നിങ്ങൾക്ക് കൈ വലിക്കാം. അങ്ങനെ ആരെങ്കിലും കൈ വലിച്ചതായിക്കൂടെ ഇപ്പോഴത്തെ ഈ ആത്മഹത്യ എന്നാണ്. ആ കൈ വലിച്ചിട്ടെന്ന് പിന്നെ അവരെന്തിന് ഇയാളുടെ കൂടെ പോയി കുരുങ്ങണോ? ഇയാളെ ഒരു ക്രൈം 20 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടെന്ന ക്രൈം, അതിന്റെ അവസാനം അയാളെ പിടിച്ചു, അയാൾ നിൽക്കക്കളിൽ ആത്മഹത്യ ചെയ്തു. അതെങ്ങനെയാണ്? എനിക്കറിയില്ല അതെങ്ങനെയാണ്. പക്ഷെ ഒരുത്തൻ ആഹാരം കഴിക്കാതെ വിശന്നിട്ട് മനോരോഗമുള്ള ഒരു ആഹാരം മോഷ്ടിച്ചപ്പോ നമ്മുടെ ജനതയെല്ലാം കൂടെ ചുറ്റും കൂടി ഇന്ന് ആദിവാസി മധുവിനെ തല്ലിക്കൊന്നില്ലേ? അതെ. ഏതാണ് ക്രൈം? ഏതാണ് സമൂഹം ചർച്ച ചെയ്യേണ്ട ക്രൈം? അത് വാർത്ത വന്നപ്പം ആദിവാസികളുടെ അവസ്ഥ എന്താണ്, മാനസിക രോഗം വന്നവരെ നമ്മുടെ സമൂഹം എങ്ങനെ കാണുന്നു, ഇതൊക്കെ എന്തെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു? ഇല്ല. എന്നിട്ട് അന്ന് ചർച്ച എനിക്ക് ഓർമ്മയുണ്ട്. അയാള് വീട്ടുകാരിൽ നിന്ന് അകന്നൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. അതിന്റെ വലിയ കുറ്റം പോലെ. അതെ. ഏത് വീട് ആദിവാസിക്ക്? അവിടെ ഏത് വീട്? എവിടെ അകന്നിരിക്കുന്നവിടെ? മരത്തിന്റെ മുകളിൽ എവിടെയാ? മരത്തിന്റെ താഴെ എവിടെ? ഇതാണ് അകന്ന് നിൽക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ എത്രയോ നാളായിട്ട്. അയാൾ മരിച്ച എങ്ങനെയാണ് നമ്മളെയൊക്കെ ബാധിക്കുന്നത്? എനിക്കറിയില്ല എങ്ങനെ അയാളൊക്കെ ബാധിക്കും. എന്നെ ബാധിക്കില്ല. ഇനി എന്നെ നാളെ IT റെയ്ഡ് കാണുന്നത്, IT റെയ്ഡ് വന്നാലും ഞാൻ പറയുന്നു പോയി നോക്കിയിട്ട് പോടാകുമെന്നെങ്കിൽ എനിക്ക് പൈസ ഇല്ല, ഞാൻ ആരെയും കളിപ്പിക്കാനും പോയിട്ടില്ല. എന്തിനാ IT റെയ്ഡ് വന്നാൽ നമ്മളിപ്പോ കസ്റ്റംസിൽ ഒരു കള്ള സാധനം അവരെ അറിയിക്കാതെ കൊണ്ടുവന്നാൽ അതൊരു
ഇല്ലീഗൽ സാധനം. ഇപ്പൊ ഡ്രഗ്സ് ആണെങ്കിൽ നമ്മളെ പിടിക്കുമ്പോൾ വേറെ കുറ്റമാണ്. പക്ഷെ സ്വർണ്ണമാണ് കൊണ്ടുവന്നെങ്കിൽ സ്വർണം നമുക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളത് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ അതിന്റെ ആ ടാക്സ് കൊടുത്താൽ മതി, നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്താൽ മതി. IT-ക്കും അങ്ങനെയാണ്. നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യില്ലെങ്കിൽ നമ്മൾ ആ റിട്ടേൺസ് അതിന്റെ പിഴയും കൊടുത്താൽ മതി. ഈ 10,000 കോടി രൂപയുടെ ആസ്തിയുള്ള ആൾക്ക് 10,000 കോടിയിൽ കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരത്തില്ലല്ലോ. അപ്പൊ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം ഇയാള് കുറെ നാൾ ജയിലിലായി പോകും. ഈ 16, 25, 12 റോൾസ് റോയ്സിലൊക്കെ മാറി നടന്നുകൊണ്ടിരുന്ന മനുഷ്യന് നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമാണ് ഒരു ദിവസം ജയിലിൽ കിടക്കുന്നത്. ഒരു ദിവസം കിടക്കുന്നവര് താങ്ങാനൊക്കില്ല. So he opted for a better choice, that's all. And he died. So what? ഉറപ്പായിട്ടും സാർ. എന്തായാലും ഇവിടെ റോയിയുടെ മരണമൊക്കെ ചർച്ചയ്ക്ക് കഴിയേണ്ട സമയം കഴിഞ്ഞു. നമ്മള് മാധ്യമങ്ങൾ പല രീതിയിൽ അയാളെ ഭയങ്കരമായിട്ട് നമ്മള് ട്രേസ് ചെയ്തും റോയി ഭയങ്കര ഒരു സംഭവമായിരുന്നു എന്നുള്ള രീതിയിലേക്ക്, അത് ജീവിച്ചിരുന്നപ്പോൾ അയാൾ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളും ഒരു ഫെമിലിയാരിറ്റിക്ക് വേണ്ടിയിട്ട് ആൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മീൻസ് ബിഗ് ബോസ് വിജയികൾക്കാണെങ്കിലും അങ്ങനെ ബിഗ് ബോസിന് അയാൾ പൈസ കൊടുത്ത് മുടക്കി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിനാണ് അയാൾ സാമൂഹികപരമായിട്ട് ശിക്ഷിക്കേണ്ടത്. ഇതുപോലൊരു കക്കൂസ് മാലിന്യത്തിന് അയാൾ പണം മുടക്കി എന്ന് പറയുമ്പോണ്ടല്ലോ, അതിനാണ് അയാൾ സോഷ്യലി അയാൾ ചെയ്ത ക്രൈം എന്ന് പറഞ്ഞാൽ അതാണ് ഇതുപോലെ സാധനത്തിന് പണം മുടക്കുന്നത്. മൊത്തത്തിലൊരു ഫേമസ് ആവുക എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് റോയി. അതെ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ പറ്റും? ചിലപ്പോ ഇങ്ങനെയൊക്കെ പറ്റും. നെഗറ്റീവ് ഇമേജിനെ പോലും ഒരുപാട് ഭയന്നിരുന്ന ഒരാളാണ് റോയി. അത് ഉള്ളിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ഷാഡോ എന്ന് പറയുന്നത് സൈക്കോളജി, നമ്മുടെ ഷാഡോയെ നമ്മൾ എപ്പോഴും മറയ്ക്കാൻ ശ്രമിക്കും. നമ്മുടെ ഷാഡോയെ. പക്ഷെ ഷാഡോ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ചില നിമിഷങ്ങളുണ്ട്. അപ്പൊ എപ്പോഴും പോസിറ്റീവ് ഒക്കെ ഇരിക്കുന്ന ആ ഇമേജ്. അങ്ങനെ ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഇയാൾ ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അയാൾക്ക് ചിന്തിക്കാനൊക്കെ അയാൾക്ക് തോക്കാണെങ്കിൽ തോക്ക് അയാളുടെ ബാത്റൂമിൽ അയാൾ സൂക്ഷിച്ചു വെച്ചാണ് ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയില്ല. ഡ്രോ തുറന്നല്ലേ എടുക്കണത്. ആള് പറഞ്ഞ പോലെ എങ്ങനെ പുള്ളിയെ ഇത് അനുഭവിച്ചാണോ, ബാത്റൂമിന്റെ നടവരെ ആള് പോലീസുകാരാണെങ്കിലും പോലും ബാത്റൂമിനകത്തോട്ട് കയറില്ല. അയാൾ ബാത്റൂമിൽ ഇത് ഒളിച്ചു വെച്ചിരുന്നെങ്കിലോ, അയാൾ ഈ ആവശ്യം വന്നാലും ഉപയോഗിക്കാൻ വേണ്ടി ബാത്റൂമിനകത്ത് ഇയാൾ ഒളിച്ചു വെച്ചിരുന്നെങ്കിൽ അകത്ത് കയറി ഇയാൾക്ക് വെടിവെച്ചാൽ പോരെ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെയാണ് അയാൾ ചെയ്യുന്നത്. അയാൾക്ക് ചിന്തിക്കാനൊക്കില്ല. ജയിലിൽ കിടക്കുന്നതിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കാനൊക്കുന്നത്? അല്ലെങ്കിൽ ഇയാൾ നാട് വിട്ട് പോകണമായിരുന്നു. വിജയ് മല്യ ഒക്കെ ഇരിക്കുന്നല്ലേ, വിജയ് മല്യ അല്ല കിങ്ഫിഷറാ, അതുപോലെ അവിടെ പോയി ഇരിക്കണമായിരുന്നു. അതിന് ഒക്കില്ലായിരിക്കും. പിന്നെ ഗൾഫിലും പുള്ളിക്കെതിരെയുള്ള കേസ് വിടുന്നതാണ് ഡീറ്റെയിൽസ് കേട്ടോ, അറിയില്ല. നിർദ്ദേശപ്രകാരമാണ് ഇപ്പൊ ഇവിടെ ഇൻകം ടാക്സ് അല്ല IT റെയ്ഡ് നടന്നതെന്ന് പോലും വാർത്തകൾ പുറത്ത് വരുന്നുണ്ട്. മുമ്പ് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കുറുക്ക് വഴി അദ്ദേഹം തെരഞ്ഞെടുത്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പം he was wise enough to commit suicide. ഞാൻ അങ്ങനെ കരുതി. he was wise enough to commit suicide. അതെ, എക്സാക്ട്ലി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ.